ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് മുരാരി ബാബുവിന് സസ്പെൻഡ് ചെയ്തുള്ള നടപടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്പം മുമ്പ് തന്നെ ഈ വാർത്ത വന്നിരുന്നു. മുരാരി ബാബുവിന് സസ്പെൻഷൻ എന്നുള്ള വാർത്തയാണ്. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ആദ്യ നടപടിയായിരിക്കുന്നു. മഹസറിൽ ചെമ്പെന്ന് രേഖപ്പെടുത്തിയ ഉദ്യോഗസ്ഥനെതിരെ നടപടിയുമായി ദേവസ്വം ബോർഡ് എത്തിയിരിക്കുകയാണ്. മുൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ബി മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. റഹീസ് ഋഷി നൽകും വിശദാംശങ്ങൾ. റഹീസ്, സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഇതാ ആദ്യ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി, എന്തൊക്കെയാണ് വിവരങ്ങൾ? ആര്യ, സ്വർണ്ണപ്പാളി വിവാദത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആദ്യ നടപടി എടുത്തിരിക്കുന്നു. ഹരിപ്പാട്ട് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറായ മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്യാനാണ് തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ ഭരണസമിതിയുടെ തീരുമാനം. സമയം മുമ്പ് ആ തീരുമാനമെടുത്തു. അതിന്റെ ഫയൽ ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2 കാരണങ്ങളാണ് സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി ദേവസ്വം ഭരണസമിതി കണ്ടെത്തിയിരിക്കുന്നത്. ഒന്ന്, 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ദ്വാരപാലക ശില്പത്തിന്റെ 14 പാളികൾ കൊടുത്തുവിടുന്ന സമയത്ത് സ്വർണ്ണപ്പാളികൾ ആയിട്ടും അത് ചെമ്പ് പാളി എന്ന് രേഖപ്പെടുത്തിയത് അത് ചെമ്പ് പാളിയാണ് സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഇപ്പോൾ ആദ്യ നടപടി വന്നിരിക്കുകയാണ്. നേരത്തെ മുരാരി ബാബു മാധ്യമങ്ങളോട് പറഞ്ഞതും താൻ പറഞ്ഞതെല്ലാം വസ്തുതയാണ്. 2019 സ്വർണ്ണപ്പാളി പൂശുവാൻ നൽകുമ്പോൾ ചെമ്പ് പാളിയിൽ സ്വർണം പൂശുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. തേഞ്ഞുപോയ ഭാഗത്ത് സ്വർണം പൂശുക എന്നാൽ അതിനാൽ തന്നെയാണ് ചെമ്പ് പാളി എന്ന് രേഖപ്പെടുത്തിയത്. അങ്ങനെയാണ് തന്ത്രിയോടുൾപ്പെടെ അനുവാദം ചോദിച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു നടപടിയിലേക്ക് പോയത്. സ്വർണം പൂശണമെന്നൊരു നിലപാടിലെത്തുമ്പോഴും ചെമ്പുപാളിയിൽ സ്വർണം പൂശുക എന്നുള്ള ഘട്ടത്തിലാണ് ചെമ്പുപാളി എന്ന മഹസറിൽ രേഖപ്പെടുത്തിയത് എന്നാണ് നേരത്തെ മുരാരി ബാബു വിശദീകരണം നൽകിയത്. റഹീസ് തുടരുന്നുണ്ട്. റഹീസ്, നേരത്തെ ഇക്കാര്യത്തിൽ താൻ പറഞ്ഞതെല്ലാം വസ്തുതയെന്ന് തന്നെയാണ് മുരാരി ബാബു പറഞ്ഞത്. 2019 ഇക്കാലയളവിൽ താൻ ആ പോസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ട്രാൻസ്ഫർ ഉണ്ടായതെന്നും പറയുന്നുണ്ട്. വസ്തുതാപരമായ കാര്യമാണ് പറഞ്ഞത്. ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് സ്വർണം തേഞ്ഞുപോയ സ്വർണം അവിടെ പൂശുന്ന സാഹചര്യത്തിൽ അത് ചെമ്പ് എന്ന് മാത്രമേ രേഖപ്പെടുത്താൻ കഴിയുള്ളൂ, സ്വർണമെന്ന് രേഖപ്പെടുത്താൻ കഴിയില്ല. അത്തരത്തിൽ വസ്തുതാപരമായ കാര്യം തന്നെയാണ് രേഖപ്പെടുത്തിയത് എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ നടപടിയും എടുത്തിരിക്കുന്നു ദേവസ്വം ബോർഡ്. ആര്യ, മുരാരി ബാബു പറഞ്ഞത് ഒരു തരത്തിലും ന്യായീകരിക്കുന്ന വസ്തുത ആയ കാര്യങ്ങൾ അല്ല എന്ന കാര്യം വ്യക്തമാണ്. കാരണം സ്വർണ്ണപ്പാളിയിൽ സ്വർണം പൂശിയ ഭാഗം പോയെങ്കിൽ പോലും അതിനെ ചെമ്പെന്ന് രേഖപ്പെടുത്താൻ നിയമപരമായി കഴിയില്ല. അങ്ങനെയാണെങ്കിൽ നേരത്തെ മുരാരി ബാബു പറഞ്ഞതുപോലെ സ്വർണം പൂശിയ ഭാഗത്തെ സ്വർണം പോയി ചെമ്പ് എന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. അങ്ങനെ ഒരു സമയത്തും രേഖപ്പെടുത്തിയില്ല. ആദ്യം ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിനാണ് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം റിക്വസ്റ്റ് കൊടുക്കുന്നത്. ഈ റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് മുരാരി ബാബു തയ്യാറാക്കി അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായ എ പത്മകുമാറിനും ശബരിമല ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാറിനും നൽകുകയാണ് ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചെമ്പ് പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് കൊടുത്തുവിടാം എന്ന തീരുമാനം ദേവസ്വം ബോർഡ് എടുക്കുന്നത്. സ്വാഭാവികമായും സ്വർണം ചെമ്പായതിന്റെ ആദ്യ ഉത്തരവാദി മുരാരി ബാബുവാണ്. മറ്റൊരു ആക്ഷേപം മുരാരി ബാബുവിനുള്ളത് 2015 സെപ്റ്റംബർ 8-ാം തീയതി വീണ്ടും ഈ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. അത് കൊണ്ടുപോകുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം വീണ്ടും ഒറ്റയ്ക്ക് ഇത് കൊടുത്തുവിടാം എന്ന ഫയലിൽ ഈ മുരാരി ബാബു എഴുതി. ആ സമയത്ത്, അതായത് 2025 ആ ഫയൽ എഴുതുന്ന സമയത്ത് ശബരിമലയിലെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു മുരാരി ബാബു. ഈ അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ, എക്സിക്യൂട്ടീവ് ഓഫീസറൊക്കെ 1 വർഷം മാത്രമാണ് ആ പദവിയിലിരിക്കുക. അതിനുശേഷമാണ് അദ്ദേഹം ഹരിപ്പാട്ടെ ദേവസ്വം ബോർഡിന്റെ ഡെപ്യൂട്ടി കമ്മീഷണർ പദവിയിലേക്ക് പോയതും ഇപ്പോഴിരിക്കുന്നതും. 2 കാര്യത്തിലും ഗുരുതരമായ കൃത്യവിലോപം ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി യോഗത്തിലുണ്ടായ പൊതുവികാരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുള്ള ഉദ്യോഗസ്ഥൻ, അന്ന് 3 ഉദ്യോഗസ്ഥരാണ് പ്രതിക്കൂട്ടിലുള്ളത്. ആ 3 ഉദ്യോഗസ്ഥരിൽ നിലവിൽ ദേവസ്വം ബോർഡിൽ സർവീസിലുള്ളത് ഒരേ ഒരു ഉദ്യോഗസ്ഥരാണ്. അതാണ് ബി മുരാരി ബാബു. ആ മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമെടുത്തത് കൃത്യമായ കൃത്യവിലോപം ആ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നു മാത്രമല്ല, ഈ സ്വർണം
ചെമ്പാക്കുന്നതിലെ ആദ്യ ഉത്തരവാദി. കാരണം അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് ആ റിപ്പോർട്ട് അനുസരിച്ചാണ് തുടർ ഉത്തരവുകളെല്ലാം എഴുതിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ കൃത്യമായി സ്വർണത്തെ ചെമ്പാക്കി. മുരാരി ബാബു സ്വർണം ചെമ്പാക്കിയതോടുകൂടി പിന്നീട് മുഴുവൻ ഫയലുകളിലും ഇത് ചെമ്പ് എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. അങ്ങനെയാണ് 2019 ജൂലൈ മാസം 5-ാം തീയതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് ദ്വാരപാലക ശില്പത്തിന്റെ 14 പാളികൾ കൊടുത്തുവിടാനുള്ള തീരുമാനമെടുക്കുന്ന ഉത്തരവിൽ ഒരു ഭാഗത്തും സ്വർണം എന്ന് ഇല്ലാതിരുന്നത്. അന്ന് തകിടും സ്വർണമാണ്, ദ്വാരപാലക ശില്പത്തിന്റെ പാളികളും സ്വർണമാണ്. ഇത് രണ്ടുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടത്. ഇത് രണ്ടും ചെമ്പ് എന്ന് എഴുതി വെക്കാൻ ഒന്നാമത്തെ കാരണക്കാരൻ മുരാരി ബാബുവാണ്. അതിൽ മുരാരി ബാബുവിന് മറ്റെന്തോ താല്പര്യമുണ്ടായിരുന്നു എന്ന നിഗമനത്തിലാണ് ദേവസ്വം ബോർഡ് ഭരണസമിതി എത്തിയത്. അതുകൊണ്ടാണ് 2025 അതായത് കഴിഞ്ഞ സെപ്റ്റംബറിൽ വീണ്ടും അത് സ്വർണം പൂശാൻ കൊണ്ടുപോകാൻ 2019 പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടതുപോലെ തന്നെ കൊടുത്തുവിടണം എന്ന ഫയലിൽ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നപ്പോൾ മുരാരി ബാബു എഴുതിയത്. ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരാണ്. വിശ്വാസപരമായ കാര്യത്തിൽ തന്ത്രി തീരുമാനമെടുക്കുമ്പോൾ ഭരണപരമായ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അന്ന് ഈ 2025 സെപ്റ്റംബർ മാസം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ പറയുന്ന സമയത്ത് 49.5 പവനാണ് ദ്വാരപാലക ശില്പത്തിലുള്ളത്. ആ 49.5 പവൻ 2019 കൊടുത്തുവിട്ടതുപോലെ 2025 സെപ്റ്റംബറിലും കൊടുത്തുവിടണം എന്നെഴുതിയത് തെറ്റാണ്. അതിന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥൻ അങ്ങനെ കൊടുത്തുവിടാൻ നിയമപ്രകാരം കഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ദേവസ്വം എസ്ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം ചെന്നൈയിലേക്ക് കൊണ്ടുപോയി ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശി കൊണ്ടുവന്നതും ഇപ്പോൾ സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്നതും 17-ാം തീയതി അത് ശബരിമലയിൽ സമർപ്പിക്കുന്നതും. ഈ രണ്ട് കാര്യത്തിലും കൃത്യവിലോപം, അതിൽ ഗുരുതരമായ പിഴവ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ മുരാരി ബാബുവിന്റെ കയ്യിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്യുക എന്ന തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം ബോർഡിന്റെ ആദ്യ തീരുമാനം. ഇനിയുള്ള കാര്യം അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, രണ്ട് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ കൂടി പ്രതിപട്ടികയിൽ അല്ലെങ്കിൽ ആരോപണ വിധേയരായിട്ടുണ്ട്. അവരുടെ പങ്ക് കൂടി തെളിഞ്ഞാൽ അവരുടെ പെൻഷൻ അടക്കം തടഞ്ഞു വെക്കാനുള്ള ഒരു നടപടികളിലേക്ക് ദേവസ്വം ബോർഡ് പോകുമോ എന്നതാണ്. അത്തരം ചില ചർച്ചകളും ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ബോർഡ് യോഗം ചേരുകയാണ്. അല്പസമയത്തിനു വേണ്ടി ഉച്ചഭക്ഷണത്തിനു വേണ്ടി പിരിയുകയും ചെയ്യും. ആ സമയത്ത് ഈ സസ്പെൻഷൻ തീരുമാനം അപ്പോൾ അല്ലെങ്കിൽ വൈകിട്ടോ അല്ലെങ്കിൽ നാളെ വൈകിട്ടോ മാധ്യമങ്ങളെ കണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിക്കാനാണ് സാധ്യത. ആര്യ.